ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ്യ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുവരെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇസ്രായേൽ അയച്ച മിസൈൽ മൂലം അദ്ദേഹം ടെഹ്റാനിൽ, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസ് തകർന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് ഇതുവരെ വാർത്തകൾ വന്നത്. പക്ഷേ ഇപ്പോൾ അമ്പരപ്പിക്കുന്ന വാർത്ത വരുന്നത് ഈ ഇറാനിലെ ടെഹ്റാനിൽ വരുമ്പോൾ ഇസ്മായിൽ ഹനിയ്യ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ വളരെ ആസൂത്രിതമായി ഒരു മാസം മുമ്പേ ഇസ്രായേൽ ചാരസംഘടനയായിട്ടുള്ള മൊസാദിൻ്റെ ഏജന്റുമാർ, ഇറാനിലെ ഏജന്റുമാരുടെ പിന്തുണയോടെ ബോംബ് വെച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ബോംബ് വെച്ചിരുന്നു മാത്രമല്ല, റിമോട്ട് കൺട്രോൾ ബോംബായിരുന്നു. അത് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹം അവിടെ വരികയും ഇറാൻ പ്രസിഡന്റ് പെഷഷ്കിയാൻ്റെ ചടങ്ങിൽ, ഔദ്യോഗികമായിട്ടുള്ള ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവിടെ സ്ഫോടനം നടത്തിയത്. അതിനിടയിൽ അദ്ദേഹം ആ ഭാഗം മുഴുവൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതൊരു വല്ലാത്ത അമ്പരപ്പാണ് ഇറാനിലും ഹമാസ് നേതാക്കൾക്കിടയിലും ഉണ്ടായിരിക്കുന്നത്. ഈ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ എവിടെയും എത്തുന്നു. അവർ കൃത്യമായിട്ട് അദ്ദേഹം വരുമ്പോൾ താമസിക്കുന്ന കെട്ടിടം, ആ കെട്ടിടം ചില്ലറ കെട്ടിടമൊന്നുമല്ല, അതിന് ചുറ്റും വലിയ ഗാർഡുകളുണ്ട്. ഒരു ഗസ്റ്റ് ഹൗസാണ്. ഗസ്റ്റ് ഹൗസിൻ്റെ ചുറ്റും വലിയ കോംപ്ലക്സ് ഉണ്ട്. അതിൽ നിറയെ ഇറാൻ്റെ സൈന്യമായിട്ടുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ അടുത്ത് 24 മണിക്കൂറും പ്രൊട്ടക്ഷനുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ ബോംബ് ഫിറ്റ് ചെയ്തത് എന്ന വാർത്തയാണ് വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എന്തായാലും ഇന്ന് ഖത്തറിൽ ഹനിയ്യയുടെ സംസ്കാരം, ഖബറടക്കം നടക്കുകയാണ്. അതിന് പിറകെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖാമിനി, ആയത്തുള്ള അലി ഖാമിനി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പശ്ചിമേഷ്യ മുഴുവൻ വല്ലാത്ത ആശങ്കയിലാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന ആശങ്കയുണ്ടായിരിക്കുന്നു. അടിയന്തരമായ യോഗം ചേർന്ന UN രക്ഷാസമിതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു റീജിയണൽ വാർ, പശ്ചിമേഷ്യ മേഖലയിൽ ഒരു റീജിയണൽ വാർ, ഒരു യുദ്ധമുണ്ടാവാൻ പോകുന്നു എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ട് ഇന്ന് മാറി നിൽക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു മേഖലാ യുദ്ധത്തിന് സാധ്യത തെളിഞ്ഞ സാഹചര്യത്തിൽ അതിൽ നിന്ന് ഇസ്രായേലും ഇറാനും മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഘടനകളാണ് ഹമാസ്, ഹെസ്ബുള്ള, അതുപോലെ തന്നെ ഹൂതികൾ. ഈ 3 രാജ്യങ്ങളിലായി അവർക്ക് പിന്തുണ നൽകുന്നതും ആയുധം നൽകുന്നതും മുഴുവൻ ഇറാനാണ്. ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹെസ്ബുള്ളയുടെ രാഷ്ട്രീയ വിഭാഗം തലവനെ ടെഹ്റാനിൽ വളരെ ആസൂത്രിതമായി ഇസ്രായേൽ വധിച്ചു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാമിനി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും യുദ്ധമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുകയാണ്. അതിനിടയിൽ ഹെസ്ബുള്ള ലെബനിൽ നിന്ന് റോക്കറ്റുകൾ അയക്കുന്ന ഇസ്രായേലിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഹെസ്ബുള്ളയുടെ നേതാവ് കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിൽ അദ്ദേഹത്തിന് സംസ്കാരം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ലെബനിൽ നിന്ന് ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചിരിക്കുന്നത്. ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പല രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഈജിപ്റ്റ്, ഖത്തറൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ വലിയ വില കൊടുത്താണ് ഇവരെ പിടികൂടിയത്, ഈ ശത്രുക്കൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി ഹമാസ് ആക്രമിച്ചതിന് പിന്നാലെയാണിത് പറഞ്ഞത്. തെരഞ്ഞു പിടിച്ച് ഈ ഇസ്മായിൽ ഹനിയ്യയെ, അതുപോലെ തന്നെ അവരുടെ സേനാ വിഭാഗത്തിൻ്റെ തലവൻ, അദ്ദേഹത്തെയും ഇത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അവർ നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുന്നത്, അവരുടെ സേനാ വിഭാഗം തലവനെ മുഹമ്മദ് ദിയോഫിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വധിച്ചിരുന്നു. ആ വാർത്ത ഇപ്പോഴാണ് ഇസ്രായേൽ പുറത്തുവിടുന്നത്. അതേക്കുറിച്ച് ഹമാസ് ഒന്നും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് ദൈഫാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ ഹനിയ്യയുടെ കൂടെ ചേർന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ രുതികേന്ദ്രമായി പ്രവർത്തിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു. എന്തായാലും ഇസ്രായേൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികാര നടപടി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനും അതുപോലെ തന്നെ ഹെസ്ബുള്ള, ഹമാസ്,
യഹൂദികൾ ചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള സാധ്യത തെളിഞ്ഞുവെന്ന് മാത്രമല്ല, ഈ മണിക്കൂറുകളിൽ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ഉത്തരവിട്ടു എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്.